ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ 17 വർഷമായിട്ട് ഉണ്ടാക്കുന്ന ആപ്പിൾ ചേർത്തുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പല പ്രാവശ്യം പല ഫംഗ്ഷനും ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഈ റെസിപ്പിക്ക് ഞാൻ 4 റെഡ് ഡെലീഷ്യസ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മധുരമുള്ള ആപ്പിളും ഉപയോഗിക്കാം. ആദ്യം ഇത് തൊലി കളഞ്ഞ് സ്ലൈസ് ചെയ്ത് എടുക്കണം. കേക്കിന് ഒരേ വലിപ്പമുള്ള ആപ്പിൾ എടുക്കുകയാണെങ്കിൽ അത് സ്ലൈസ് ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. ഇതുപോലെ നീളത്തിൽ ഒരു 1/4 ഇഞ്ച് സൈസിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ആപ്പിൾ ഞാൻ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടീസ്പൂൺ സിനമൺ പൗഡർ ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. ഇത് 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഉണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് വിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. കേക്കിന് 9 ഇഞ്ച് പാനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി നന്നായിട്ട് ബട്ടർ പുരട്ടി ഫ്ലവർ ഡസ്റ്റ് ചെയ്ത് എടുക്കണം. കേക്ക് പാനിൽ ബട്ടർ നന്നായിട്ട് പുരട്ടി ഇതിലേക്ക് ഫ്ലവർ ഡസ്റ്റ് ചെയ്യണം. അത് ഞാനൊരു സ്ട്രെയിനറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നല്ലതാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈക്വലായിട്ട് പൊടി വെതറാനായിട്ട് സാധിക്കും. വാരിയിടുന്നതിലും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്ക് പാൻ റെഡിയായി. ഇനിയും വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇനിയും ഞാൻ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഇത് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെന്നുവെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കനോള ഓയിലാണ് എടുത്തിരിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, 1.5 ടീസ്പൂൺ വനില എസൻസ്. ഇത്രയുമാണ് വെറ്റ് ഇൻഗ്രീഡിയൻസിന് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. പൊടി ഇട്ടതിന് ശേഷവും ഒരു 4 മിനിറ്റോളം മിക്സ് ചെയ്താൽ മതി. 2 ലെയറായിട്ടാണ് കേക്കിൻ്റെ മിക്സ് ഈ പാനിൽ ഒഴിക്കുന്നത്. ആദ്യം ഇതിൻ്റെ പകുതി ഒഴിക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു ലെവലിൽ ആക്കിയെടുക്കുക. ഈ ആപ്പിളിൻ്റെ സ്ലൈസസിൽ നിന്നും ഞാനൊരു 45 നല്ല ഒരേ വലിപ്പത്തിലുള്ള സ്ലൈസ് എടുത്ത് മാറ്റിയതാണ്. അത് മുകളിലത്തെ ലെയറിന് വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ചെറുതോ അല്ലെങ്കിൽ ഷേപ്പ് ഇല്ലാതെ വന്നതോ നമുക്ക് ഈ മിഡിൽ ഭാഗത്ത് വെക്കാം. ഇനി ഇത് അടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം.
ആപ്പിൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ സ്വല്പം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് സെൻറ്ററിലേക്ക് ഡിറക്ഷൻ കൊടുത്ത് അടുക്കി എടുക്കണം. ഇതിൻ്റെ നടുക്കും ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യണം. ഒരു ലെയർ ആപ്പിൾ നമ്മൾ അടുക്കി കഴിഞ്ഞു. ബാക്കിയിരുന്ന കേക്ക് മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു. ഇനിയും ഈ ആപ്പിൾ സ്ലൈസസ് ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. കേക്ക് ഓവനിൽ വെക്കാൻ റെഡിയായി. 350 ഡിഗ്രിയിൽ വേണം ബേക്ക് ചെയ്യാനായിട്ട്. 1.25 മണിക്കൂറോളം ഇത് ബേക്ക് ചെയ്യണം. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് ബേക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂറും 20 മിനിറ്റും എടുത്തു. നിങ്ങൾ കേക്ക് വെച്ചതിൻ്റെ ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോൾ മുതൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഓരോരുത്തരുടെയും ഓവൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും, അതുകൊണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. കേക്ക് പുറത്തെടുത്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് ഈ കൂളിംഗ് റാക്കിൽ വെക്കണം. ഈ കേക്ക് മുറിക്കുന്നതിന് മുൻപായി സ്വല്പം പൗഡേർഡ് ഷുഗർ ഇതിൽ ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വരികിൽ ചെയ്താൽ മതി. ഏത് ഒക്കേഷനും ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.